7 സെക്കൻഡ്സിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ ഇന്നലെ രാത്രിയാണ് ബാക്കപ്പ് ആയത്. 14 ദിവസം കാസർഗോഡ് നിന്ന് കുറെ ദൂരം കർണാടക ബോർഡറിലുള്ള സുല്യപദ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. റിലീസ് ഞങ്ങളൊരു മെയ് ജൂണിൽ ചെയ്യണമെന്നാണ് ആലോചിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അസംബ്ലി ഇലക്ഷനൊക്കെ വരുന്നത് ഉറപ്പായിട്ടും ബാധിക്കും. ഒരു ഷെഡ്യൂളെ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും ഒരു 35 ദിവസത്തോളം ഷൂട്ട് നടക്കാനുണ്ട്. അതുകൊണ്ട് മെയ് ജൂൺ എന്നുള്ളൊരു സ്വപ്നം ഞങ്ങൾ വെച്ചിട്ടുണ്ട്, ഡിലേ ആകാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു വളരെ വെച്ചിട്ട് ഒന്ന് സാറിനോട് ഞങ്ങൾ ഉറങ്ങിയതിൽ കൂട്ടത്തിൽ സാറിനോട് എന്തോ ഒന്ന് സംഭവിച്ചു, ഞങ്ങളെല്ലാം കൊണ്ടൊന്ന് പേടിച്ചു വരും. അന്ന് ഞാൻ പറഞ്ഞിരുന്നു സാറിന് ഡ്രൈവർ പണി ഒന്ന് മാറ്റിട്ട് വേറെ ഏൽപ്പിക്കോ എന്ന് പറയണം. ശരിക്കും ഞാൻ സ്റ്റീഫനോട് ഡ്രൈവറായിട്ട് വരാനല്ല പറഞ്ഞിരുന്നത്. ലൊക്കേഷനിലും സ്റ്റീഫനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരുന്ന മാനേജർന്നാണ്. പക്ഷെ അവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് പലരും ഇത്ര ദൂരെയൊക്കെയാണ് അക്കോമഡേഷൻ കിട്ടിയിരിക്കുന്നതെന്ന് അറിഞ്ഞത്. അപ്പൊ ഡ്രൈവർ പണി ചെയ്യേണ്ടി വരും. നിങ്ങൾ മുമ്പ് ചോദിച്ച പോലെ ഇതില് ഞാൻ ഈ അസോസിയേഷനിൽ 24 വർഷമായിട്ട് മെമ്പറാണ്. ഈ ഓഡിറ്റോറിയം തുടങ്ങിയ കാലം മുതൽ തന്നെ, ഈ ഓഡിറ്റോറിയം പണിത കാലം മുതൽ ഒത്തിരി മീറ്റിംഗിൽ വന്നിരിക്കാറുള്ളതാണ്. അപ്പൊ ഈ ചോദ്യം ഒത്തിരി വരുന്നതാണ്, ചെറിയ സിനിമ വലിയ സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രൊഡ്യൂസേഴ്സാണ്. ഇവിടെ വന്ന് ഇരിക്കുന്നതിൽ മിക്കവാറും 90% പ്രൊഡ്യൂസേഴ്സും സിനിമകളെടുത്ത് പരാജയപ്പെട്ടവരും 10% ഒക്കെ ആയിരിക്കും വിജയിച്ചിട്ടുണ്ടായത്. അപ്പൊ അത്രയും പരാജയങ്ങൾ കണ്ടിട്ടുള്ള ഒരു പരാജയപ്പെട്ട ആൾക്കാരെ കണ്ടിട്ടുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ ആ ചോദ്യം ചോദിച്ചത്. അപ്പൊ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി ആ ചോദ്യം. ഈ സിനിമ വിജയിക്കോ പരാജയപ്പെടുകയോ, പരാജയപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? പക്ഷെ പരാജയപ്പെട്ട ആൾക്കാർക്ക് ഇന്ത്യ ഓഡിറ്റോറിയത്തിൽ വരാറുണ്ട്. പരാജയപ്പെട്ടാലും ഞങ്ങൾ ഇനി ഈ ഓഡിറ്റോറിയത്തിൽ വരും.